ഹായ് ഹലോ, ഇപ്പോൾ പത്തരമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പത്തരമാറ്റിൽ വലിയൊരു പ്രശ്നമാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ആദർശിൻ്റെയും നയനയുടെയും ജീവിതത്തിൽ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി അവർ തമ്മിൽ നല്ലതുപോലെ പ്രണയിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത് തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദേവയാനിയും ജലജയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നയന ഒരിക്കലും സന്തോഷത്തോടെ ഇരിക്കാൻ പാടില്ല. നയനയും ആദർശും എത്രയും പെട്ടെന്ന് പിരിഞ്ഞേ പറ്റത്തുള്ളൂ. അവർ സന്തോഷത്തോടെ കഴിഞ്ഞാൽ അത് അവസാനം പണിയാവുന്നത് എനിക്കാണ് എന്ന് അവിടെ ജലജ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആണ് ജലജ വലിയൊരു പണി നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കും, ഇനി ഈ ഒരാഴ്ച അനന്തപുരിയിൽ എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അനന്തപുരിയിൽ ജലജ ആ ഒരു മാല മോഷ്ടിക്കുകയും എന്നിട്ട് നേരെ കനകയുടെ ബാഗിൽ കൊണ്ടുവയ്ക്കുകയും എന്നിട്ട് അത് കനകയുടെ ബാഗിൽ നിന്നും പിടിക്കണം. അങ്ങനെ കനകയുടെ ബാഗിൽ നിന്നും പിടിക്കപ്പെട്ടാൽ മാത്രമേ കനകയും നയനയും നവ്യയും കൂടി പഴിചാരിക്കൊണ്ട് ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആദർശ് ഇപ്പോൾ നയനെ സ്നേഹിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം മറന്ന് വീണ്ടും ആദർശ് നയനെ വെറുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മാല കനകയുടെ ബാഗിൽ നിന്നും കണ്ടെടുത്തേ പറ്റത്തുള്ളൂ എന്നാണ് ജലജ വിചാരിച്ചത്. അങ്ങനെ നേരെ ആരും കാണാതെ മാല മോഷ്ടിച്ചു, നേരെ കനകയുടെ ബാഗിൽ കൊണ്ടുവച്ചു. എന്നിട്ട് വലിയ നാടകങ്ങളൊക്കെ അവിടെ കളിച്ചു. അവസാനം മുത്തശ്ശൻ പറഞ്ഞു, എല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്യും, എല്ലായിടവും ചെക്ക് ചെയ്യും, മാല എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വീട്ടിലുള്ള ആരോ ആണ് മോഷ്ടിച്ചത് എന്നല്ലേ ജലജ പറയുന്നത്. അപ്പോൾ ആരാണ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എന്നൊക്കെ പറയുകയും അങ്ങനെ എല്ലാവരുടെയും ബാഗുകൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ കനകയുടെ ബാഗുകളും പരിശോധിക്കുന്നുണ്ട്. എന്നാൽ കനകയുടെ ബാഗിൽ നിന്ന് ആ മാല കിട്ടിയില്ല. പക്ഷേ അത് എടുത്തു മാറ്റിയത് മറ്റൊരാളായിരുന്നു. അവസാനം മുത്തശ്ശൻ ഇത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവിടെ ജലജയ്ക്ക് മനസ്സിലായി, ജലജയ്ക്ക് തിരിച്ചടിയായിട്ടാണ് ഇത് വരുന്നതെന്ന്. അങ്ങനെ ജലജ പറയുവാണ്, ഈ മാല എനിക്ക് കിട്ടി, നഷ്ടപ്പെട്ട മാല എൻ്റെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജലജ തന്നെ ആ മാല എല്ലാവരെയും കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശന് ചെറിയൊരു സംശയം തോന്നി. കാരണം മാല മാല കാണാതെയായി എന്ന് നയന പറഞ്ഞപ്പോൾ ഈ മാല ഈ വീട്ടിലുള്ള ആരുടെയെങ്കിലും ബാഗിൽ തന്നെ കാണും, അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിക്കാതെ ഈ മാല ഇവിടുന്ന് പോകത്തില്ല എന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാല കണ്ടുപിടിക്കണം, അതുകൊണ്ട് എല്ലാവരുടെയും ബാഗും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യണം, ഈ വീട് മുഴുവൻ ചെക്ക് ചെയ്യണം എന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നത് ജലജയാണ്. എന്നാൽ പിന്നെ ആ ഒരു നമ്മളെല്ലാവരും തെരഞ്ഞു ഒരിടത്തുനിന്ന് കിട്ടിയില്ല. പിന്നെ പ്രതീക്ഷിക്കാതെ എങ്ങനെ ജലജ തന്നെ പറയുന്നുണ്ട് ഈ മാല എൻ്റെ കയ്യിൽ ഞാൻ കണ്ടുപിടിച്ചു എന്ന്. അപ്പോൾ അതിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ കനകയ്ക്ക് നല്ല തോന്നി. അങ്ങനെ ഇതിന്റെ പേരിൽ കനക ജലജയെ ഒരുപാട് പഴിചാരുന്നുണ്ട്. ജലജ കാരണം അബിക്കും വലിയ വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അതിന്റെ പേരിൽ അബിയും ജലജയോട് വഴക്കുണ്ടാക്കുകയും അങ്ങനെ ഇതിന്റെ പേരിൽ ഈ ഒരു മാലയുടെ പേരിൽ ആ അനന്തപുരി തറവാട്ടില് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനുശേഷം മുത്തശ്ശന് ചെറിയൊരു ഈ ഒരു മാല ഇപ്പോൾ കല്യാണം നല്ലതുപോലെ നടക്കത്തില്ല, എന്തോ തടസ്സങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് ഇനിയൊന്നും മാറ്റാൻ പറ്റത്തില്ല. അനാമികയുടെയും അനിയുടെയും വിവാഹം ഉറപ്പിച്ചതാണ്. ഇനി വിവാഹം മാറ്റി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹം വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് അത്രത്തോളം ആ ഒരു മനോവേദന വരും. ഒരിക്കലും അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സ് തകർക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തിയേ പറ്റത്തുള്ളൂ, അതിന്റെ ഒരുക്കങ്ങൾ നടക്കുകയാണെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തിയതിനു ശേഷം വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണം, വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാൻ പോവാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയുവാണ്. അങ്ങനെ ഇതിന്റെ പേരിൽ ആദർശും അനിയും കൂടി ചെറിയ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും വലിയ വലിയ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അനാമികയുടെ അനിയുടെ വിവാഹ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരുക്കങ്ങൾ ഇത് കുറച്ചുകൂടി കൂടി വരികയും വിവാഹ നാളുകൾ അടുത്തുകൊണ്ട് വരുമ്പോൾ അവിടെ നന്ദുവിന്റെ മനസ്സാണ് നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നത്. നന്ദു ഒരുപാട് അനിയെ സ്നേഹിച്ചതാണ്. പക്ഷേ തന്റെ ചേച്ചിയും അമ്മയും പറഞ്ഞത് കാരണം നന്ദു അവിടെ ചേച്ചിയുടെ ആ ഒരു അവസ്ഥ എനിക്കും വരരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ അനിയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറുമായിരുന്നു. അതായത് അനിയെ സ്നേഹിക്കുന്ന കാര്യം മറച്ചു വെച്ച് അനിയോട് ഫ്രണ്ടായിട്ട് മാത്രമേ താൻ പെരുമാറിയിട്ടുള്ളൂ എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദു ശ്രമിച്ചു. എന്നാൽ തന്റെ മനസ്സിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും തനിക്ക് അങ്ങനെ ഒരിക്കലും സാധിക്കത്തില്ല എന്ന് അവിടെ പറയുകയും അങ്ങനെ അതിന്റെ പേരിൽ ചെറിയ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അനന്തപുരി തറവാട്ടിൽ മറ്റൊരു സംഭവം കൂടി നടക്കാൻ പോവാണ്. വിവാഹത്തിന്റെ മുന്നോടിയായിട്ട് എല്ലാവരും നല്ല നല്ല ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ നയന സെലക്ട് ചെയ്ത ഡ്രസ്സിൽ നയനയുടെ പുതിയൊരു ലുക്ക് കണ്ടാണ് എല്ലാവരും ഞെട്ടിയിരിക്കുന്നത്. സാധാരണ സാരിയിൽ നല്ല നാടൻ പെൺകുട്ടിയായിട്ട് വരുന്ന നയന ഇപ്പോൾ വലിയ മോഡേൺ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നയനയുടെ ആ ഒരു മറ്റൊരു രൂപമാണ്, നയനയുടെ പുതിയൊരു മാറ്റമാണ് എല്ലാവരെയും അതിശയിപ്പിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.